ഹലോ മക്കളെ, ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാ മക്കളും ഏറ്റവും ഗംഭീരം പഠിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഫെബ്രുവരി മാസം 20-നാണ് നിങ്ങളുടെ ബോർഡ് എക്സാം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബോർഡ് എക്സാമിന് ബാക്കിയുള്ളത്. ചോദ്യമുണ്ട്, എങ്ങനെ പഠിക്കണം, എന്താണ് ഈ നിമിഷം ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം തന്നെ. ആദ്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓരോ ചാപ്റ്ററിൻ്റെയും നിലവാരം എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നും എങ്ങനെയാണ് ബോർഡ് എക്സാമിന് ഓരോ ചാപ്റ്ററിൻ്റെയും നിലവാരം എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാ മക്കളും ഈ നിമിഷം പരിശോധിക്കണം. അതാണ് ഈ കാണുന്ന വീഡിയോ ആയിട്ട് വരുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ കാണുക. ഓരോ ചാപ്റ്ററിൻ്റെയും നിലവാരം എങ്ങനെയുണ്ട്, 2026 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2025 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിഫിക്കൽട്ട് ആണോ, എക്സാമിന് ഡിഫിക്കൽട്ട് ആണോ, എല്ലാം വളരെ വിശദമായിട്ട് പരിശോധിക്കാം. ഞാനിവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2025 CBSE ക്ലാസ് 12 ബോർഡ് എക്സാമും 2026 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിലാണ്. ആദ്യമായിട്ട് കാര്യം പറയുന്നു, വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതായത് നിലവാരത്തിനകത്ത് അതിഗംഭീരമായ മാറ്റം, ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഈസിനെസ്സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. വിച്ച് മീൻസ് നിങ്ങളുടെ എക്സാം 2025 എങ്ങനെയാണോ അതുപോലെ തന്നെ ആവാനാണ് ഏറ്റവും അധികം ചാൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസിൽ പോലും നമുക്ക് എന്താണ് വലിയ മാറ്റം അതിഭീകരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇന്റഗ്രൽസിനകത്ത് എല്ലാവരും പേടിക്കുന്ന ഒരു ഭാഗമാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽസ്. അത് 2025 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, 2025 ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നു, 2024 ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നു. ഇതാ 2026 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ കാണുന്ന ചോദ്യമുണ്ട്. മുൻ വർഷങ്ങളും പറഞ്ഞിരുന്നു, ഈ കാണുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് എക്സാമിനും ഉണ്ടായിരുന്നത്. സോ ഇത്തവണയും പറയുന്നു, നമുക്ക് മോഡുലസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ട്രെൻഡ് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്താണ് ബോർഡ് എക്സാമിന് വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്, എല്ലാ മക്കളും നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ എക്കാലം ചോദിക്കുന്നതാണ് കോസ് ഇൻവേഴ്സിന്റെ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫുകളെല്ലാം തന്നെ, അതും വീണ്ടും ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഡൊമൈൻ റേഞ്ച് എന്നുള്ള ഭാഗം, പൊതുവെ ആ കാണുന്ന ഭാഗം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിരന്തരമായിട്ട് കാണുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ നമുക്ക് എന്താണ് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ചോദ്യമാണ് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ആൻഡ് ഞാൻ ഈ കാണുന്ന കുറച്ച് കാലത്തിന്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സീക്ക് ഇൻവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അസേർഷൻ ആൻഡ് റീസൺ സെക്ഷനകത്ത്. അതായിരുന്നു ഈ അടുത്ത കാലത്ത് ആ ചാപ്റ്ററിലെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കാണാൻ സാധിക്കുന്നത്. പൊതുവെ പ്രോബബിലിറ്റി എല്ലാവരും പറയും നമുക്കൊരു MCQ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ആൻഡ് ദെൻ കേസ് സ്റ്റഡി മാത്രം. പക്ഷേ 2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഒരു കേസ് സ്റ്റഡിയും അതുപോലെ തന്നെ മക്കളെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും. ചോദ്യമാണ് എപ്പോഴും കേസ് സ്റ്റഡീസ് എല്ലാം ഏതെല്ലാം ചാപ്റ്ററാണ്. 2025 CBSE കേരള റീജിയന്റെ ചോദ്യ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് 26 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കേസ് സ്റ്റഡീസ്. വിച്ച് മീൻസ് പ്രോബബിലിറ്റി ഉണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഈ കാണുന്ന 3 പാഠങ്ങൾ തന്നെയായിരുന്നു 2025 CBSE ബോർഡ് എക്സാമിന്റെ ചോദ്യ പേപ്പറിലെ കേസ് സ്റ്റഡീസ്. 26 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും അവൻ തന്നെ എന്ന് കരുതി ഈ കാണുന്ന 3 പാഠങ്ങളിൽ മാത്രമാണ് കേസ് സ്റ്റഡി ഉണ്ടാവുക എന്ന് ആരും വിശ്വസിക്കരുത്. കാരണം വേറൊന്നുമല്ല, മുൻ വർഷങ്ങളിൽ നമുക്ക് എന്താണ് ചാപ്റ്റേഴ്സ് മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം തീർത്തും പറയാൻ വേണ്ടി സാധിക്കും, മറ്റൊന്നുമല്ല, ഒരു കേസ് സ്റ്റഡി എന്തായാലും പ്രോബബിലിറ്റി ആയിരിക്കും, ഒരു കേസ് സ്റ്റഡി അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. 3ാമത്തെ കേസ് സ്റ്റഡി മാത്രമാണ് ഒരു മാറ്റത്തിന് സ്കോപ്പ് ഉള്ളത്. ആ കാണുന്ന മാറി വരുന്നത് ചിലപ്പോൾ റിലേഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ മെട്രിക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഡിറ്റർമിനൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് വെക്ടറോ 3D ആയിരിക്കാം. അപ്പം അത്തരത്തിൽ ആ കാണുന്നതിൽ മാറി വരുന്ന ഒരു കേസ് സ്റ്റഡി ഏത് പാഠം വേണമെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. ഈവൺ LPPയും ആകാം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ 2 കേസ് സ്റ്റഡി നമുക്കറിയാം, അത് പ്രോബബിലിറ്റിയും അത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും. അത് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. മാക്സിമം പ്രോബബിലിറ്റി കേസുകളെല്ലാം തന്നെ നിരന്തരമായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് കേസ് സ്റ്റഡീസ് എല്ലാം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആസ് യൂഷ്വൽ അത്യാവശ്യം നിലവാരമുള്ള നല്ല ചോദ്യങ്ങൾ നമുക്ക് ഈ വർഷവും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഇന്റഗ്രൽസ് ആയിക്കോട്ടെ, അത് ഏത് പാഠമായിക്കോട്ടെ, നമുക്ക് എന്താണ് അത്തരത്തിലാണ് കാണാൻ വേണ്ടി സാധിക്കുക. സോ എല്ലാ മക്കളും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം തന്നെ ആൻസർ ചെയ്യണം. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ഇപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണമെന്ന്. നമുക്കൊരു ജനുവരി മാസമാകുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ വിച്ച് മീൻസ് ഫുൾ സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് എല്ലാവർക്കും ഇപ്പോൾ ഓപ്പൺ ആണ്. എല്ലാ പാഠവും നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് ജോയിൻ ചെയ്യുക. ഓരോ കോൺസെപ്റ്റുകളും പഠിക്കാം, ഓരോ PYQs പഠിക്കാം. ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് 12 CBSE ബോർഡ് എക്സാം മാറ്റാം. സോ സീ യു ഓൾ ഗൈസ് ഇൻ അവർ എൻഡ് ഗെയിം ബാച്ച്. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ്. ബൈ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് 12 CBSE ബോർഡ് എക്സാം നമുക്ക് തകർക്കണം, നമ്മൾ തകർത്തിരിക്കും.